പണ്ടൊരു നാളിൽ ഗുപ്തൻ നമ്പൂതിരി കഥകളി കാണാൻ പോയി. തൃപ്പൂണിത്തുറ ഇല്ലത്തേക്കുള്ള യാത്രയുടെ മധ്യേ തൂവെള്ളച്ചേലയണിഞ്ഞുകൊണ്ടൊരു നല്ല സുന്ദരി പ്രത്യക്ഷയായി. കഥകളി കാണുവാൻ കൂടെ വരട്ടെന്ന് ചോദിച്ചു ഗുപ്തനോടായി. സുന്ദരിയായൊരു സ്ത്രീയെയും കൂട്ടി ഗുപ്തൻ യാത്രയായി. കുശലങ്ങൾ ചോദിച്ചു കാതങ്ങളേറെ ഇരുവരും യാത്ര ചെയ്തു. രാവുമയങ്ങി ഇരുളു നിറഞ്ഞു രാപ്പാടി പാട്ടുമൂളി. ഗുപ്തന്റെ ഉള്ളിൽ സ്ത്രീജനത്തെ ചൊല്ലി ഇല്ലല്ലോ സംശയങ്ങൾ. ഗുപ്തനും യക്ഷിയും അങ്ങനെ യാത്ര തുടർന്നല്ലോ. യാത്ര മധ്യേ കണയന്നൂർ കോവിലകത്തിനടുത്തുള്ള കോശാപ്പള്ളി നമ്പൂതിരിയുടെ ഇല്ലത്തുപോയി ഗുപ്തൻ. അത്ഭുതമന്ത്രമടങ്ങിയ ഗ്രന്ഥത്തെ തിരികെ ഏൽപ്പിച്ചിടാൻ നമ്മുടെ ഗുപ്തൻ കോശാപ്പള്ളി ഇല്ലത്തു ചെന്നതല്ലോ. ഒടോതിയൻ ദേഹത്തു തൊട്ടുകൊള്ളുക, പടിയിലേക്കൊരു വട്ടം നോക്കുവാൻ കൽപ്പിച്ച ഗുരുവിന്റെ വാക്കുകളെ അനുസരിച്ചങ്ങോട്ടു നോക്കിയ ഗുപ്തൻ ആകെ തരിച്ചുപോയി. യക്ഷിയെ കണ്ടു ഭയന്നു അച്ഛ ഗുപ്തൻ നമ്പൂതിരി. ചോറ്റാനിക്കര അമ്മയെ ധ്യാനിച്ചു നിന്നുവോ നമ്പൂതിരി. കോശാപ്പള്ളിതൻ തോർത്തുമായി ഗുപ്തൻ ഓടുകയായിരുന്നു. തോർത്തുമുണ്ടിന്റെ ശക്തിയാൽ രക്ഷിക്കു ഗുപ്തനെ തൊട്ടുകൂടാ. ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് വലങ്കാലെടുത്തു വെച്ചു. ഇടങ്കാലിൽ യക്ഷിതൻ ദീർഘമാം പാണികൾ വേഗം പിടുത്തമിട്ടു. കോവിലിൻ മുന്നിലണഞ്ഞില്ലേ ഗുപ്തൻ, രക്ഷിക്കും ദേവിയല്ലേ. അച്ചായി കഥ കേൾക്കുമ്പോൾ എന്നുള്ളം വല്ലാതെ നോവുന്നു. അമ്മതൻ തിരുനട താനെ തുറന്നു ഭൂലോകം നോക്കി നിന്നു. അഷ്ടദിശകളെ ബാഹുക്കളാക്കി താണ്ഡവമാടിയമ്മ. ആയുധമേന്തിയ ശ്രീപരാശക്തി അട്ടഹാസം മുഴക്കി. ഉഗ്രപ്രഹരത്താൽ യക്ഷി പിടഞ്ഞു രക്തപ്പുഴയൊഴുകി. എത്ര ഭയങ്കരമിക്കഥയച്ച കാത്തല്ലോ അമ്മ ദൈവം. നൊന്തു വിളിക്കുന്ന ഭക്തരെയെല്ലാം രക്ഷിക്കും അമ്മയല്ലേ. യക്ഷിവധത്തിനു ശേഷം ശ്രീഭദ്ര വാൾ കഴുകി കുളിച്ചു. ആ കുളമിന്നും തെക്കുഭാഗത്തായി ചോന്നു കിടക്കയല്ലോ. ദുഷ്ടരെയൊക്കെയും നിഗ്രഹിച്ചീശ്വരി ശിഷ്ടരെ രക്ഷിച്ചിടും. ആരാധിക്കുന്നവർക്ക് ഇതുപോലെയുള്ള കഥകൾ നിങ്ങളുടെ മനസ്സിലുണ്ട്, നമുക്ക് ചെയ്യാം.